കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ സയൻസ് ഒരു അത്ഭുത മരുന്ന് കണ്ടുപിടിച്ചു. അന്നുവരെ ആ രോഗം വന്ന് മരിച്ചവരുടെ എണ്ണം 10,000-കണക്കിനായിരുന്നു. ദിനം പ്രതി ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈയൊരു മരുന്നിൻ്റെ കടന്നുവരവോടുകൂടി മരണസംഖ്യ ഗണ്യമായി കുറഞ്ഞു. മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന ആൾ മരിക്കാതെയായി. ഈ രോഗം കാരണം മരിക്കാതെയായി. പക്ഷേ അതിനധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കാര്യങ്ങളെല്ലാം സുഖപ്രദമായിട്ട് മാറി. ആയിരക്കണക്കിന് 10,000-കണക്കിന് മരുന്നുകളാണ് ഓരോ ദിവസവും ആ ഫാക്ടറിയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മരുന്ന് പ്രവർത്തിക്കാതെയായി. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ മരുന്ന് നിർവീര്യമായി മാറി. എന്താണ് സംഭവിച്ചതെന്ന് ഗവേഷകർക്ക് ഒരു ധാരണയുമില്ല. മുമ്പ് എങ്ങനെയാണോ മരുന്നുണ്ടാക്കിയത് അതേ പ്രൊസീജിയറിലൂടെ തന്നെയാണ് അവർ മരുന്നുണ്ടാക്കിയത്. മുമ്പ് എങ്ങനെയാണോ ആ മരുന്ന് രോഗികൾക്ക് കൊടുത്തിരുന്നത് അതേ രീതിയിൽ തന്നെ മരുന്ന് കൊടുത്തു. ആ മരുന്നിൽ എന്തൊക്കെയാണോ അടങ്ങിയിരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും അടങ്ങിയിരിക്കുന്നത്. ഒരു മാറ്റവുമില്ല. എല്ലാം കൃത്യം. പക്ഷേ രോഗം മാത്രം മാറുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ആ മരുന്നേ അല്ലാതെയായി മാറി. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറസ് ബാധയും ബാക്ടീരിയകളുടെ ബാധയും ഒക്കെക്കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മരുന്നിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ, നമ്മൾ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന മരുന്നിലും ആ മാറ്റം നടക്കുകയാണെങ്കിലോ, ആ മാറ്റം കെമിക്കൽ പരമായിട്ട് ഒരു മാറ്റവും വരുത്തുന്നില്ല. അതിൽ എത്രമാത്രം ആറ്റമാണോ ഉണ്ടായിരുന്നത്, ഏതിൻ്റെയൊക്കെ ആറ്റമാണോ ഉണ്ടായിരുന്നത് അതേ ആറ്റങ്ങൾ തന്നെ, എണ്ണത്തിലും ഒരു മാറ്റവുമില്ല. പക്ഷേ മരുന്ന് പ്രവർത്തിക്കാതെയായി. ഈ മരുന്നിൽ മാത്രമാണോ ഇത് സംഭവിക്കുന്നത്? അല്ല. നമ്മൾ അനവധി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. എന്നാൽ ആ മരുന്നുകളിലും ഇതേ ബാധ സംഭവിക്കാം. വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എനിക്കെൻ്റെ സഹോദരിയെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. സിംഗിൾ മദറാണ്. 2 കൊച്ചു കുട്ടികളാണ് അവൾക്കുള്ളത്. മറ്റൊരാളുടെ സഹായം കൊണ്ട് ജീവിക്കുന്നതിനോട് അവൾക്കൊട്ടും താല്പര്യമില്ല. അതിപ്പോൾ എൻ്റെ സഹായമാണെങ്കിലും അവൾ അതൊട്ടും സ്വീകരിക്കില്ല. സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിക്കണമെന്നാണ്, അല്ലെങ്കിൽ ആ 2 കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവൾ തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൽ വിൽക്കുന്നത് മറ്റൊന്നുമല്ല, തുണിത്തരങ്ങളാണ്. പ്രധാനമായിട്ടും ഹോൾസെയിലായിട്ടാണ് അവൾ ആ തുണികളൊക്കെ വിൽക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസിന് അവൾ തുണി കൊടുക്കാറുണ്ട്. ആ തുണി അവരുടെ ഫോളോവേഴ്സിന് വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ തുണികൾ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അവളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. അവളുടെ വ്യത്യസ്തമായിട്ടുള്ള തുണിത്തരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. 1996 ഇതിൻ്റെ തുടക്കം. ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവരൊരു അത്ഭുത മരുന്ന് കണ്ടുപിടിച്ചു, റെറ്റനോവിർ കഴിക്കുന്നത് HIV ബാധിതരാണ്. 1996 HIV ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണശിക്ഷ കിട്ടിയതിന് തുല്യമാണ്. ജീവൻ നിലനിർത്തുക ഏതാണ്ട് അസാധ്യമാണ്. എന്തെങ്കിലും ഒരു രോഗം കൊണ്ട് അവർ മരിക്കും. പക്ഷേ ഈ മരുന്നിൻ്റെ കടന്നുവരവ് ശരിക്കും കാര്യങ്ങളെ മൊത്തത്തിൽ പൊളിച്ചെഴുതി. ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും. മറ്റു രോഗങ്ങൾ നിങ്ങളെ തേടി വരില്ല. 2 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. എല്ലാ ദിവസവും റെറ്റനോവിർ കഴിക്കുന്നവരുണ്ട്. ഒരു ദിവസം 10-15 റെറ്റനോവിർ കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഫാക്ടറി വലിയ അളവിൽ തന്നെ റെറ്റനോവിർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞു. 1998 മൊത്തം രോഗികളിൽ ഏകദേശം 75% ആളുകളും ഈ മരുന്ന് സ്വീകരിക്കാൻ തുടങ്ങി. അതോടുകൂടി മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞു. പക്ഷേ ആ സുവർണ കാലഘട്ടത്തിന് ഒരു അന്ത്യമുണ്ടായിരുന്നു. അത് 1998 നടന്നത്. അമേരിക്കയിലെ ഷിക്കാഗോയിലാണ് ആ ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത്. അത് എണ്ണയിട്ട യന്ത്രം പോലെ നിരന്തരമായി മരുന്നുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആ മരുന്നുണ്ടാക്കിയതിന് ശേഷം അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അവരൊരു ടെസ്റ്റ് നടത്തും. അതിനുവേണ്ടി അവരുടെ കയ്യിൽ ഒരു എക്യുപ്മെൻറ്റുമുണ്ട്. ഡിസോൾവർ ടെസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. ആ മരുന്ന് എത്രമാത്രം അലിഞ്ഞു ചേരുന്നു എന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഒരു ടെസ്റ്റിംഗ് മെഷീൻ ശരിക്കും നമ്മുടെ വയറ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വയറ്റിലേക്ക് ഒരു പദാർത്ഥം
അതൊരു ഭക്ഷണ പദാർത്ഥമാകാം, അല്ലെങ്കിൽ ഒരു മരുന്നാകാം. ആ മരുന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് അത് പൂർണ്ണമായിട്ടും വയറ്റിലുള്ള ജ്യൂസുമായിട്ട് ഡിസോൾവ് ചെയ്യും, അതിൽ അലിഞ്ഞു ചേരുമെന്നാണ് ഈ ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് പരിശോധിക്കുന്നത്. എല്ലാ ബാച്ച് മരുന്നുകളും അവരങ്ങനെ പരിശോധിക്കും. ബാച്ച് മരുന്നുകൾ എന്ന് പറയുമ്പോൾ ആ ബാച്ചിലുള്ള എല്ലാ മരുന്നുകളുമല്ല. ഓരോ ബാച്ച് മരുന്നുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ചില മരുന്നുകൾ എടുത്തിട്ട് അതിനെ ഈ ഡിസോൾവഡ് ടെസ്റ്ററിലൂടെ കടത്തിവിടും. എല്ലാം വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വെറും 30 മിനിറ്റ് കൊണ്ട് ആ മരുന്ന് പൂർണ്ണമായിട്ടും അലിഞ്ഞില്ലാതെയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ വലിച്ചെടുക്കാൻ സാധിക്കും. മരുന്നുകൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കണം. ശരീരത്തിന് അങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അതേപടി വെളിയിലേക്ക് പോകും. അതായത് അതൊരു മരുന്ന് പോലെ പ്രവർത്തിക്കത്തേയില്ല. 2 വർഷം കൊണ്ട് 240 ബാച്ച് മരുന്നുകളാണ് ഉണ്ടാക്കിയത്. അത്രയും ബാച്ചിലെ മരുന്നുകളും കൃത്യമായിട്ട് തന്നെ പ്രവർത്തിച്ചു. അതാണ് ആ മരുന്നിനെ ഏറ്റവും വലിയ വിജയമാക്കി മാറ്റിയെടുത്തത്. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സുപ്രഭാതത്തിൽ ഒരു ബാച്ച് മരുന്നുണ്ടാക്കി. ആ ബാച്ച് മരുന്നിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള മരുന്നുകളെ തിരഞ്ഞെടുത്ത് ഈ ഒരു ടെസ്റ്ററിൻ്റെ ഉള്ളിലൂടെ കടത്തിവിട്ടു. എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. അത് അലിയുന്നില്ല. 30 മിനിറ്റ് കൊണ്ട് അലിഞ്ഞിരുന്ന ആ വസ്തു ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടും അലിയുന്നേ ഇല്ല. അതങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ആ മരുന്ന് പോലെ പ്രവർത്തിക്കില്ല. അത് അതേപടി വെളിയിലേക്ക് പോകും. മരുന്ന് കഴിക്കാതിരിക്കുന്നതും ഈ മരുന്ന് കഴിക്കുന്നതും ഒരേ എഫക്റ്റ് തന്നെയാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. വളരെ സേഫായിട്ട് ഒരു രീതിയിലുള്ള പദാർത്ഥങ്ങളും ആ ലാബിലേക്ക് പ്രവേശിക്കാത്ത രീതിയിലാണ് അവർ മരുന്നുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തോ ഒരു കാരണം കൊണ്ട് എന്തോ ഒരു ഇമ്പ്യൂരിറ്റി പ്രവേശിച്ചിട്ടുണ്ട്. ആ ഇമ്പ്യൂരിറ്റിയാണ് ആ മരുന്നിനെ ഇങ്ങനെ മോശമാക്കി മാറ്റിയത്. ആ ബാച്ചും മരുന്ന് മുഴുവനും അവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. അതിനുശേഷം ലാബ് ഒന്ന് ശുദ്ധീകരിച്ചു. അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. അതിനുശേഷം അവർ വീണ്ടും അടുത്ത ബാച്ച് മരുന്നുണ്ടാക്കി. ആ അടുത്ത ബാച്ച് മരുന്നിൽ നിന്നും ഏതാനും ചില മരുന്നുകൾ അവർ ടെസ്റ്റിന് വേണ്ടി മാറ്റിയെടുത്തു. മുമ്പെന്താണോ കണ്ടത് അതുതന്നെയാണ് അവർക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ആ മരുന്ന് എത്ര മണിക്കൂർ ആ ടെസ്റ്ററിൻ്റെ അകത്ത് കിടന്നാലും അതങ്ങനെ തന്നെ അവശേഷിക്കും. അവർ ആ ബാച്ചിൻ്റെ അകത്തുണ്ടായിരുന്ന മറ്റ് പല മരുന്നുകളും എടുത്ത് വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോഴെല്ലാം ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവർ ആ മരുന്ന് ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കി. അതൊരു ദ്രാവകാവസ്ഥയിലായിരുന്നു. ശരിക്കും ആ ദ്രാവകാവസ്ഥയിൽ തന്നെ ആ മരുന്ന് അങ്ങനെ നിൽക്കും. പക്ഷേ ആ ദ്രാവകാവസ്ഥയിൽ ഇരുന്നിരുന്ന ആ മോളിക്കൂൾ പെട്ടെന്ന് പേസ്റ്റ് പരുവത്തിലായി മാറി. മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തം. ആ പേസ്റ്റ് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ മൈക്രോസ്കോപ്പിക് പഠനങ്ങൾ നടത്തി. അപ്പോഴാണ് ആ വിചിത്രമായ കാഴ്ച അവർ നേരിട്ട് കണ്ടത്. ആ പേസ്റ്റിൻ്റെ ഉള്ളിൽ കോടാനുകോടി ചെറു ക്രിസ്റ്റലുകൾ. എങ്ങനെയാണ് ആ ക്രിസ്റ്റലുകൾ അതിൻ്റെ ഉള്ളിലകപ്പെട്ടത്? ആ മരുന്ന് തന്നെ ആ ക്രിസ്റ്റലായിട്ട് മാറുകയായിരുന്നു. ജീവിതത്തിൽ ആ ഗവേഷകരാരും അത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റലിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കമ്പനിയിലുണ്ടായിരുന്ന എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും ആ മരുന്നിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടറിയാം. കാരണം കഴിഞ്ഞ 2 വർഷമായി അവരുടെ ജോലി ഈ മരുന്നുണ്ടാക്കുക മാത്രമാണ്. അവർക്ക് അതിലെ കെമിക്കൽ കോമ്പൗണ്ട്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അത് കടന്നു പോകുന്ന ഓരോ പ്രൊസീജിയറിനെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. അവരെല്ലാം വീണ്ടും വീണ്ടും പരിശോധിച്ച് നോക്കി. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഒരു മാറ്റവുമില്ല. അവർ പല സപ്ലയേഴ്സിൽ നിന്നാണ് അതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും മേടിച്ചുകൊണ്ടിരുന്നത്. ആ സപ്ലയേഴ്സ് തരുന്ന ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പരിശോധിച്ചു. മുമ്പുണ്ടായിരുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ, അതേ സപ്ലയേഴ്സ് തന്നെ. ആ സപ്ലയേഴ്സ് ഇൻഗ്രീഡിയൻസ് എത്തിക്കുന്ന രീതിയും അതുണ്ടാക്കുന്ന പ്രൊസീജിയറും എല്ലാം പഴയതുപോലെ തന്നെ. ഒരു കാര്യവും മാറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറിക്കായിരിക്കുമോ പ്രശ്നം? ഈ ഫാക്ടറിയിലെ എക്യുപ്മെൻറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ പടിപടിയായി ആ പ്രൊഡക്ഷൻ ലൈനിലുണ്ടായിരുന്ന ഓരോ പാർട്ടുകളും നീക്കം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് വീണ്ടും മരുന്നുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴെല്ലാം അവർക്ക് ഡിസോൾവ് ചെയ്യാത്ത മരുന്ന് മാത്രമാണ് കിട്ടുന്നത്. പിന്നീട് ആ ഫാക്ടറിയുടെ തന്നെ മറ്റൊരു കോണിൽ അവർ ഒരു ചെറിയ ഫാക്ടറി ഉണ്ടാക്കി. ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ലാബ് സെറ്റപ്പ്. അത് അതീവ വൃത്തിയോടുകൂടി സൂക്ഷിച്ചു. അതിൻ്റെ ഉള്ളിൽ അവർ ചെറിയ അളവിൽ കുറച്ച് മാത്രം മരുന്നുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ മരുന്നിൻ്റെ ഉള്ളിലും പെട്ടെന്ന് തന്നെ ഈ ക്രിസ്റ്റൽ ഉണ്ടാകുന്നു. ആ ക്രിസ്റ്റൽ അങ്ങ് വ്യാപിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായിട്ട് മാറുന്നു.
എന്തൊക്കെ ചെയ്തിട്ടും ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഫാക്ടറി അവർ അടിമുടി ആദ്യം തൊട്ട് നിർമ്മിച്ചു. അവിടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല സെറ്റപ്പുകളും ഇല്ലാതെയാക്കിയിട്ട് ആ ഫാക്ടറി ഒന്നയിൽ നിന്ന് അവർ ആരംഭിച്ചു. കോടിക്കണക്കിന് പണമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പുതിയ ഫാക്ടറി ഉണ്ടായി. ആ ഫാക്ടറിയിൽ വീണ്ടും ഒന്നേന്ന് അവർ ഉണ്ടാക്കി തുടങ്ങി. അപ്പോഴും ഫലം വ്യത്യസ്തമായിരുന്നില്ല. വേറെ പല സ്ഥലങ്ങളിലും അവർ ഫാക്ടറി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ മരുന്നുകൾക്കും ഇതേ പ്രശ്നം തന്നെ. 2 വർഷമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന മരുന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു മരുന്നിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നേയില്ല. അങ്ങനെ ഒടുവിൽ അവർക്ക് ഇറ്റലിയിൽ അതിവിദഗ്ധമായി ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ സാധിച്ചു. ശുദ്ധമായ ഒരു ഫാക്ടറി. വേറൊരു രാജ്യത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളല്ല ആ ഫാക്ടറി ഉണ്ടാക്കിയത്. ഇവരെ കൊണ്ട് ഉണ്ടാക്കിച്ചില്ല. അവിടെ ഒന്നേൽ നിന്ന് ആദ്യമായി ഒരു ഫാക്ടറി ഇറ്റലിയിലുണ്ടാക്കി. അവിടെ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ചു. ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി. അതിൽ നിന്ന് ഏതാനും മരുന്നുകളെടുത്ത് അത് ആ ഡിസോൾവർ ടെസ്റ്ററിൽ കൊടുത്തു. അത്ഭുതം! ആ മരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. പിന്നീട് പടിപടിയായി കൂടുതൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. കൂടുതൽ മരുന്നുണ്ടാക്കാൻ തുടങ്ങി. ഷിക്കാഗോയിലെ ഫാക്ടറിയിലെ മരുന്നുകൾ പ്രവർത്തിക്കാതെ ആയ ആ കാലഘട്ടം മുതൽ ഇറ്റലിയിലെ ഫാക്ടറിയിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്ന ആ ഘട്ടം വരെയുള്ള ഒരു ചെറിയ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിനിടയിൽ ആയിരക്കണക്കിന് രോഗികളാണ് മരിച്ചത്. കാരണം അവർക്ക് മരുന്ന് കിട്ടാതെയായി. അങ്ങനെ മരണസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. മരുന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് ആ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് മാറി. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മാറി. ഇറ്റലിയിലെ ഫാക്ടറി പ്രവർത്തിച്ചു തുടങ്ങി. ഇനി ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരം നമുക്കറിയണ്ടേ? ഷിക്കാഗോയിൽ എങ്ങനെയാണോ മരുന്നുണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെയാണ് ഇറ്റലിയിലും മരുന്നുണ്ടാക്കിയത്. പക്ഷേ ഇറ്റലിയിലെ മരുന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, ഷിക്കാഗോയിലെ മരുന്ന് പ്രവർത്തിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ. പക്ഷേ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അതെന്താണെന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇറ്റലിയിലെ ഫാക്ടറിയിൽ ഷിക്കാഗോയിൽ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ ആരുമില്ല. ഇറ്റലിയിലെ ഫാക്ടറിയിലുള്ളത് തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ഗവേഷകർ മാത്രം. പക്ഷേ എന്താണ് ഈ വ്യത്യാസമെന്ന് മനസ്സിലാക്കാനായി ബാഗൊക്കെ പൊതിഞ്ഞു കെട്ടി ഷിക്കാഗോയിലുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ നേരെ ഇറ്റലിയിലേക്ക് വെച്ചുപിടിച്ചു. അവരവിടെ ഫാക്ടറിയിൽ പോയി ആ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ലൈൻ ഓരോന്നായി പരിശോധിച്ച് നോക്കി. എല്ലാം കൃത്യം. അവരെങ്ങനെയാണോ ഷിക്കാഗോയിൽ മരുന്നുണ്ടാക്കിയത് അതേപോലെ തന്നെയാണ് ഇവിടെയും മരുന്നുണ്ടാക്കുന്നത്. ഒരു രീതിയിലുള്ള മാറ്റവുമില്ല. പക്ഷേ ഔട്ട്പുട്ട് മാത്രം മാറുന്നു. ഇവിടുത്തെ മരുന്ന് പ്രവർത്തിക്കുന്നു, ഷിക്കാഗോയിലെ മരുന്ന് പ്രവർത്തിക്കുന്നേയില്ല. ഇവിടുത്തെ മരുന്നിൽ ക്രിസ്റ്റലിൻ്റെ ഒരു തരി പോലുമില്ല. പക്ഷേ ഷിക്കാഗോയിലെ മരുന്നിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിസ്റ്റലുകളാണ് പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ ഉണ്ടായി വരുന്നത്. ഇവിടുത്തെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ശാസ്ത്രത്തിന് ഉത്തരം മുട്ടിയോ? എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള മാജിക്ക്? ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനൊരു ചർച്ച നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഇവർക്ക് കിട്ടി. ആ ഫോൺ കോളിലെ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഇവർ ഞെട്ടിപ്പോയി. ഇറ്റലിയിൽ നിന്നാണ്, ഇറ്റലിയിലെ ആ ഫാക്ടറിയിൽ നിന്നാണ് അവർക്ക് കോൾ വന്നത്. ഇവരിവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം നിർമ്മിച്ച ബാച്ചിലെ മരുന്നുകൾ പ്രവർത്തിക്കുന്നില്ല. ആ മരുന്നുകളുടെ ഉള്ളിൽ ക്രിസ്റ്റലുകൾ കൊണ്ട് നിറയുകയാണ്. എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? ആ സയൻറ്റിസ്റ്റുകൾ ഒന്ന് വന്നു പോയപ്പോഴേക്കും എന്ത് മാറ്റമാണ് ആ മരുന്നിലുണ്ടായത്? ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രീയമായിട്ടുള്ളൊരു മാർഗമുണ്ട്. പുതുതായി ഉണ്ടായി വന്നിരിക്കുന്ന ആ ക്രിസ്റ്റല് എന്താണെന്നറിയണം. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കമ്പോണൻസ് എന്താണെന്നറിയണം. അവർ അത് പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലം വന്നു. റെറ്റനോവിർ തന്നെ. അതായത് ഇത്രയും നാൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ മരുന്നിൻ്റെ കമ്പോണൻസ് മാത്രമാണ് അതേ അളവിൽ അതേ റേഷ്യോയിൽ ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് ക്രിസ്റ്റലായി മാറി. ഇത് പ്രവർത്തിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്നത് ക്രിസ്റ്റലായി മാറിയിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആകുന്നുണ്ട്. റെറ്റനോവിർ തന്നെ 2 വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 170 വർഷം മുമ്പുണ്ടായിരുന്ന 2 കെമിസ്റ്റുകൾ തമ്മിലുള്ള ഒരു പോരിനെക്കുറിച്ച് മനസ്സിലാക്കണം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ അതിപ്രശസ്തനായ ഒരു ജർമ്മൻ കെമിസ്റ്റാണ് ജുറ്റസ് വോൺ ലൈബിഗ്. അദ്ദേഹം പാരീസിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നതിനിടയിലാണ് മറ്റൊരു പ്രശസ്ത കെമിസ്റ്റായ ഫ്രെഡറിച്ച്
വോളറിൻ്റെ ഒരു പ്രബന്ധം വായിക്കുന്നത്. ആ പ്രബന്ധത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കെമിക്കലിൻ്റെ ഉള്ളിൽ ഒരു സിൽവർ ആറ്റമുണ്ട്, ഒരു കാർബൺ ആറ്റമുണ്ട്, ഒരു നൈട്രജൻ ആറ്റമുണ്ട്, പിന്നെ അതിലൊരു ഓക്സിജൻ ആറ്റവുമുണ്ട്. ഇത്രയും അടങ്ങിയിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പതിയെ ഉരുകി മാറും. പക്ഷേ ഇത് വായിച്ചറിഞ്ഞ ലൈബിഗിന് വലിയ അരിശവും ദേഷ്യവും തോന്നി. ലൈബിഗ് വളരെ പ്രശസ്തനാണ്, ആളുകൾ ബഹുമാനിക്കുന്ന ഒരു കെമിസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരല്പം ഡിഫറൻറ്റ് കൂടാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ കാര്യത്തിൽ പോലും പെട്ടെന്ന് പ്രകോപിതനാകും, വളരെ അരഗൻ്റാണ്. മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു, അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും ഇദ്ദേഹം ചിന്തിക്കത്തേയില്ല. ലൈബിഗിന് വോളറിനോട് വലിയ ദേഷ്യം തോന്നി. വോളറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രബന്ധം തന്നെ എഴുതി പബ്ലിഷ് ചെയ്തു. വോളറിന് ഒരു തരത്തിലുള്ള അറിവുമില്ല, കെമിസ്ട്രിയുടെ ബാലപാഠം പോലും അയാൾക്കറിയില്ല. അയാൾ ഈ പറയപ്പെടുന്ന കെമിക്കൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കെമിക്കലേ അല്ല. അങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട്. ലൈബിഗ് ഇതേ തരത്തിലുള്ള ഒരു കോമ്പൗണ്ടിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിലും വോളർ പറഞ്ഞിരിക്കുന്ന അതേ ആറ്റങ്ങൾ അതേ അളവിൽ തന്നെയാണ് അടങ്ങിയിരുന്നത്. വോളർ ചെയ്തതുപോലെ തന്നെ അതിനൊരല്പം ചൂടും അദ്ദേഹം കൊടുത്തു. പക്ഷേ വോളർ പറയുന്നത് പോലെ സമാധാനപരമായി അത് ഉരുകി മാറിയില്ല. ഗവേഷകൻ്റെ ചെവി അടിച്ചു പോകുന്ന തരത്തിൽ അതിഭീകരമായിട്ടുള്ള ഒരു ഒച്ചയോട് കൂടിയിട്ടുള്ള ഒരു സ്ഫോടനം. ഒരേ കെമിക്കലുകൾ ഒരേ അളവിൽ ചേർത്തുണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കോമ്പൗണ്ടുകളായി മാറുന്നത്? ഒരു കോമ്പൗണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, എന്നാൽ മറ്റേത് ഒരു വലിയ എക്സ്പ്ലോസീവായിട്ട് മാറുന്നു. ആ പ്രബന്ധം വായിച്ചപ്പോൾ വോളറിന് നല്ല സങ്കടമായി, നല്ല ദേഷ്യവും തോന്നി. പക്ഷേ പെട്ടെന്നൊരു മറുപടി പ്രബന്ധം എഴുതാനോ ഒരു മറുപടി കത്തെഴുതാനോ ഒന്നും വോളർ കൂട്ടാക്കിയില്ല. ഇനിയിപ്പോൾ താൻ ചെയ്തതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിലോ? അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ആ എക്സ്പെരിമെൻറ്റ് വോളർ വീണ്ടും അതേപടി ആവർത്തിച്ചു. പക്ഷേ വോളറിൻ്റെ കോമ്പൗണ്ട് അത് പൊട്ടിത്തെറിക്കുന്നില്ല, അത് സമാധാനപരമായി പതിയെ ഉരുകി മാറുകയാണ് ചെയ്യുന്നത്. വോളർ അതിനെക്കുറിച്ച് വളരെ വിദഗ്ധമായി തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരായി. ആർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2 വർഷമാണ് ഈ തർക്കങ്ങൾ നീണ്ടു നിന്നത്. ഇങ്ങനെ 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ലബോറട്ടറിയിൽ നിന്ന് പരസ്പരം ആക്രമിച്ചതുകൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കിയ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഒരു ലബോറട്ടറിയിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു. ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലബോറട്ടറിയിൽ അങ്ങനെ അവർ രണ്ടുപേരും ഒത്തുകൂടി. ഒരേ ലബോറട്ടറിയിൽ ഒരേ സമയം രണ്ടുപേരും അവരുടെ എക്സ്പെരിമെൻ്റ് ചെയ്തു. അതിനുവേണ്ടി ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആയിരുന്നു. പക്ഷേ വോളറിന് കിട്ടിയതും ലൈബിഗിന് കിട്ടിയതും വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്കമാണ്. വോളറിൻ്റേത് കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലാതെ പതിയെ ഉരുകി മാറി. അതേസമയം ലൈബിഗിൻ്റേത് വലിയൊരു സ്ഫോടനത്തോടു കൂടിയാണ് റിയാക്ട് ചെയ്തത്. ഇവിടെ കെമിക്കൽസ് എല്ലാം സെയിം ആയിരുന്നു, പക്ഷേ ഇവിടെ ഐസോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം കൂടി ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ അതോടുകൂടി ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ ഒരേ തരത്തിലുള്ള കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടായാലും അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ അളവ് തുല്യമാണെങ്കിലും ഒരേപോലെയാണെങ്കിലും അതുണ്ടാക്കുന്ന ഔട്ട്കം ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം ഓരോ എലമെൻറ്റുകൾ പരസ്പരം ഉണ്ടാക്കുന്ന, അങ്ങനെ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോണ്ടിൻ്റെ വ്യത്യാസമാണ്. വോളറിൻ്റെ ഇത് സമാധാനപരമായിട്ടാണ് ഉരുകി മാറിയത്. അതിൻ്റെ കാരണം വോളറിൻ്റെ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് തമ്മിലുണ്ടായിരിക്കുന്ന ബോണ്ട്, ആ ഒരു ബന്ധം, അത് ഡബിൾ ബോണ്ടായിരുന്നു. പക്ഷേ ലൈബിഗിൻ്റെ കോമ്പൗണ്ടിലെ ബോണ്ട് ഡിഫറൻ്റാണ്. പ്രത്യേകിച്ചും അതിലടങ്ങിയിരിക്കുന്ന സിൽവർ ഉണ്ടാക്കുന്ന ബോണ്ട് അത് ഡബിൾ ബോണ്ടല്ല, സിംഗിൾ ബോണ്ട് മാത്രമാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഒരു വലിയ സ്ഫോടനത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുന്നത്. നമുക്ക് 1990കളിലേക്ക് മടങ്ങി വരാം. ഗവേഷകർ കരുതി 170 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ആ വാക്പോര് തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചതെന്ന്. ഇവിടുത്തെ കെമിക്കൽ ബോണ്ടുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഇവർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചു. അതുപയോഗിച്ചിട്ട് നമുക്ക് ബോണ്ടുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ ബോണ്ടുകളെല്ലാം തുല്യമാണ്. ആ ബോണ്ടുകളെല്ലാം ഒരു മാറ്റവുമില്ലാതെ റെറ്റിനോവീർ തന്നെയാണ്. ക്രിസ്റ്റൽ അടങ്ങിയിരിക്കുന്നതും റെറ്റിനോവീർ, അല്ലാത്തതും റെറ്റിനോവീർ. റെറ്റിനോവീറിൻ്റെ അതേ കെമിക്കൽ കോമ്പോസിഷനാണ്, അതേ പ്രൊപ്പോർഷനാണ്
അതിനു പുറമേ അതിൻ്റെ കെമിക്കൽ ബോണ്ടുകളും തുല്യമാണ്. അതായത് ഇവിടുത്തെ പ്രശ്നം ഐസോമറല്ല, അല്ലാതെ മറ്റെന്തോ നിഗൂഢമായ ഒരു മാജിക്കൽ പവറാകാം, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം അതിനുണ്ടായിരിക്കാം. ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ നമുക്കൊരല്പം ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് പല രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു പുതുപുത്തൻ ചോക്ലേറ്റ്, അതിന് നല്ല കട്ടി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനെ മുറിച്ചെടുക്കാം. അത് മുറിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദവും കേൾക്കും. അത് വായിലിട്ട് ചവയ്ക്കാൻ ഒരു പ്രത്യേക രസമാണ്, നല്ല മധുരവും. ഇതേ ചോക്ലേറ്റ് ബാർ തന്നെ നിങ്ങളുടെ കാറിൽ നിങ്ങൾ വയ്ക്കുന്നു. അതിനുശേഷം ആ കാർ ഓടിച്ച് ചൂടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ പാർക്ക് ചെയ്യുന്നു. നിങ്ങൾ വെളിയിൽ പോയി ഷോപ്പിങ്ങൊക്കെ നടത്തി തിരിച്ച് അതേ കാറിൽ തന്നെ മടങ്ങി വരുന്നു. മുമ്പുണ്ടായിരുന്ന അതേ ചോക്ലേറ്റ് തന്നെയാണോ അവിടെ ഇരിക്കുന്നത്? അല്ല, അതിൻ്റെ രൂപം തന്നെ മാറിപ്പോയി. അതങ്ങ് അലിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് മാറി. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. അത് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ആ ടേസ്റ്റ് അല്ല, അതിൻ്റെ ടേസ്റ്റ് പോലും മാറിയിരിക്കുന്നു. ഇനിയൊന്ന് തണുപ്പിച്ച് നോക്കിയാലോ? വീണ്ടും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തിരിച്ചെടുത്ത് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ കയ്യിലൊക്കെ അത് പറ്റിപ്പിടിക്കുന്നു. അതിൻ്റെ രുചിയിലും മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഉരുകി മാറിയ ആ ചോക്ലേറ്റിനെ ഒരിക്കലും നമുക്ക് പഴയ രൂപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? മുമ്പുണ്ടായിരുന്ന കെമിക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ചോക്ലേറ്റിലും അടങ്ങിയിരിക്കുന്നത്. ചോക്ലേറ്റിൽ പ്രധാനമായിട്ടും 3 കെമിക്കലുകളുണ്ട്. ഒന്ന് ഖരരൂപത്തിലുള്ള സോളിഡ് രൂപത്തിലുള്ള കൊക്കോവ. അതാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തരുന്നത്. കൂടാതെ ചോക്ലേറ്റിന് മധുരം തരാനായി അഡീഷണലായിട്ട് നമുക്ക് ഷുഗർ ചേർക്കണം. ഇത് കൂടാതെ മൂന്നാമതൊന്നുണ്ട്, കൊക്കോവ ബട്ടർ. കൊക്കോവ ബട്ടറാണ് അതിന് ചോക്ലേറ്റിൻ്റേതായിട്ടുള്ള ഒരു കട്ടി കൊടുക്കുന്നത്. ഇവിടുത്തെ വില്ലനും ഈ കൊക്കോവ ബട്ടറാണ്. കൊക്കോവ ബട്ടറിൽ ഒരു ലോങ് ചെയിൻ കാർബൺ ഉണ്ട്. അതിന് ഏകദേശം ഒരു വൈ ഷേപ്പാണുള്ളത്. ആ വൈ ഷേപ്പിൽ അത് നിൽക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ കാർബൺസ് അത് ഒന്നിന് പുറത്ത് ഒന്ന് അടുക്കി വെച്ചതുപോലെ ആയിരിക്കും ഇരിക്കുക. അങ്ങനെ ആ അടുക്കി വെച്ചതുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നല്ലൊരു ടെക്സ്ചറാണുള്ളത്, നല്ല ഒരു കട്ടിയുള്ള രൂപത്തിലായിരിക്കും അതുണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത് നമുക്ക് പല രൂപത്തിലാകാം, പല വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ. ആ അടുക്കി വയ്ക്കുന്ന രൂപം അനുസരിച്ച് ഇതിൻ്റെ സ്വഭാവം തന്നെ അടിമുടി മാറും. മറ്റൊരു രീതിയിലേക്ക് ഇതിനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് വേറൊരു ഫോമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചോക്ലേറ്റിന് ഒന്നല്ല രണ്ടല്ല ഒരുപാട് വകഭേദങ്ങളുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫോമുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ചോക്ലേറ്റിൻ്റെ ആ 5 പോളിമോർസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറും. അതായത് ആ കെമിക്കലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല കാര്യം, ആ കെമിക്കലുകളുടെ പ്രൊപ്പോർഷനിൽ മാത്രമല്ല കാര്യം, ആ കെമിക്കൽ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോണ്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല കാര്യം. അതിനുപരിയായി അതിലടങ്ങിയിരിക്കുന്ന ആ ആറ്റങ്ങൾ എങ്ങനെ അലൈൻ ചെയ്യുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിക്കാൻ നല്ല സ്വാദുള്ള, നല്ല കട്ടിയുള്ള, നല്ല ടെക്സ്ചറുള്ള ചോക്ലേറ്റ് ഫോം 5-ൽ പെടുന്ന ചോക്ലേറ്റാണ്. എന്നാൽ അതൊരു കാറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ചൂടേറ്റ് കഴിഞ്ഞാൽ അത് ഫോം 4-ൽ പെട്ട കഴിക്കാൻ വലിയ രുചിയൊന്നുമില്ലാത്ത ഒരു വൃത്തികെട്ട ചോക്ലേറ്റായിട്ട് മാറും. ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പപ്പണിയൊന്നുമല്ല. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അതിനെയാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു താപനിലയിൽ ആ ചോക്ലേറ്റിനെ അവർ സെറ്റ് ചെയ്തെടുക്കും. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, കഴിച്ചാൽ രുചി തോന്നുന്ന തരത്തിലുള്ള ഒരു ചോക്ലേറ്റിനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ വൃത്തിയായിട്ട് ഭംഗിയായി എല്ലാ പ്രൊസീജിയറിലൂടെയും നല്ലൊരു ചോക്ലേറ്റ് ഉണ്ടാക്കിയാലും അത് വേണമെങ്കിൽ ചീത്ത ചോക്ലേറ്റായിട്ട് മാറും. അതിൻ്റെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തിയാൽ മതി. അതിലടങ്ങിയിരിക്കുന്ന കാർബൺ സ്ട്രക്ചർ തന്നെ അടിമുടി അങ്ങ് മാറും. ആ മാറ്റത്തിലൂടെ ഒരു ചോക്ലേറ്റ് തന്നെ നശിക്കപ്പെടും. ചോക്ലേറ്റ് നശിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാഘാതമൊന്നുമില്ല. എന്നാൽ മരുന്നിനാണ് ഈ മാറ്റം സംഭവിക്കുന്നതെങ്കിലോ? മരുന്നിൽ അങ്ങനൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കൊണ്ട് പിന്നെ ഒരു ഉപയോഗവുമില്ല. ആ മരുന്ന് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം
ആ വെള്ളം കാരണം നമുക്കൊരു ഹൈഡ്രേഷനെങ്കിലും ഉണ്ടാകും. മരുന്ന് കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെയായി മാറും. റെറ്റിനോവിർ മനുഷ്യന് പ്രയോജനമുള്ള ഒരു മരുന്നായി പ്രവർത്തിക്കുന്നത് അത് ഫോം 1 ആയിരിക്കുമ്പോഴാണ്. എന്നാൽ അത് ഫോം 2 ആയി മാറിക്കഴിയുമ്പോൾ അത് ഒരു രീതിയിലും ഒരു മരുന്നായിട്ട് പ്രവർത്തിക്കത്തില്ല, അത് ഡിസോൾവ് ചെയ്യില്ല. പക്ഷേ ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. ആ ചോക്ലേറ്റിനെ, അതായത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയ ആ ചോക്ലേറ്റിനെ നന്നായിട്ട് ചൂടാക്കി ഉരുക്കിയെടുത്ത് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള നല്ല രുചിയുള്ള ചോക്ലേറ്റിൻ്റെ ഫോം ഉണ്ടാക്കിയെടുക്കാം. റെറ്റിനോവിർ വികസിപ്പിച്ചെടുത്ത ഗവേഷകർ കരുതിയത് അവരെ കൊണ്ട് അത് സാധിക്കുമെന്നാണ്. നിലവിലുണ്ടായി വന്നിരിക്കുന്ന ആ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള മരുന്നിനെ അവർ വീണ്ടും പഴയപടിയാക്കാനായിട്ട് അതിനെ ചൂടാക്കി വീണ്ടും ആ പ്രോസസ്സിലൂടെ കടത്തിവിട്ടു. പക്ഷേ അപ്പോഴും കിട്ടുന്നത് അതേ ക്രിസ്റ്റൽ തന്നെ, അതിലൊരു മാറ്റവുമില്ല. അതിൻ്റെ കാരണം ഫിസിക്സിൻ്റെ ഒരു വലിയ ഭിത്തിയാണ്. നമുക്ക് ഈ 2 ഫോമുകളെ എടുക്കാം. ഫോം 1 ആണല്ലോ നമുക്ക് പ്രയോജനമുള്ളത്. ഫോം 2 റെറ്റിനോവിർ കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഫോം 1 റെറ്റിനോവിറിൻ്റെ എനർജി ലെവൽ, അതായത് ആറ്റത്തിനെല്ലാം എനർജി ലെവലുണ്ട്. ഈ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾക്കും എനർജി ലെവലുണ്ട്. ആ എനർജി ലെവല് അല്പമൊന്ന് താഴ്ന്നതാണ്, അതായത് ആ എനർജി ലെവൽ അല്പമൊന്ന് കുറഞ്ഞതാണ്. പക്ഷേ അത് മറ്റൊരു ഫോമായിട്ട്, അതായത് ഫോം 2 ആയിട്ട് അത് മാറുമ്പോൾ അതിൻ്റെ എനർജി ലെവൽ മുമ്പുണ്ടായിരുന്ന എനർജി ലെവലിനേക്കാളും ഒരുപാട് കുറവാണ്. ഫിസിക്കലി ആ ഏറ്റവും കുറവുള്ള ആ എനർജി ലെവലിൽ നിന്നും പഴയ എനർജി ലെവലിലേക്ക് റെറ്റിനോവിറിനെ കൊണ്ടുവരുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പരിശ്രമിച്ചാലും ആ വലിയ എനർജി ഗ്യാപ്പ് നമുക്ക് മറികടക്കാൻ സാധിക്കത്തില്ല. ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ അത് നമ്മളെക്കൊണ്ട് സാധിക്കും. റെറ്റിനോവിർ മരുന്ന് 2 വർഷം തുടർച്ചയായി ഒരു കുഴപ്പവുമില്ലാതെ ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞിരുന്നു. 240 ബാച്ച് മരുന്നുകളാണ് ഉണ്ടാക്കിയത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിൻ്റെ ഫോം അങ്ങ് മാറി. പിന്നീടുണ്ടാക്കുന്ന സകല മരുന്നുകളും ആ പുതിയ ഫോം 2 ഉണ്ടായി വന്നത്. അതെങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫോം 2 ആയത്? ഒരെണ്ണം ഫോം 2 ആയാൽ ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അതെന്തോ കാരണം കൊണ്ട് ഫോം 2 ആയി. പക്ഷേ പിന്നീടുണ്ടാക്കിയതെല്ലാം ഫോം 2 ആയതെങ്ങനെയാണ്? അത് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചിട്ടും പിന്നെയും ഉണ്ടാക്കുന്നതെല്ലാം ഫോം 2 ആയതെങ്ങനെയാണ്? ഇറ്റലിയിൽ അത് പിന്നെ ഉണ്ടാക്കിയപ്പോൾ അത് ഫോം 1 ആയത് എങ്ങനെയാണ്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നായത് എങ്ങനെയാണ്? പിന്നീട് അത് പരിശോധിക്കാനായിട്ട് ഇവിടുന്ന് ചില ഗവേഷകർ ഇറ്റലിയിലേക്ക് പോയി. അവർ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇറ്റലിയിൽ പിന്നുണ്ടാക്കിയ മരുന്നെല്ലാം ഫോം 2 ആയത്? പിന്നീട് ഒരു കാലത്തും നമുക്ക് ഫോം 1 ഉണ്ടാക്കാൻ സാധിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഭൂമിയിൽ എവിടെ പോയി ഒരു ലബോറട്ടറി ഉണ്ടാക്കിയാലും, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കിയാലും, അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന റെറ്റിനോവിർ അത് ഫോം 1 ആയിരിക്കില്ല, നമുക്കൊരു പ്രയോജനവുമില്ലാത്ത ഫോം 2 ആയിരിക്കും. റെറ്റിനോവിർ ഇപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നേ ഇല്ല, കാരണം നമ്മളെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട വില്ലനായി പ്രവർത്തിച്ചിരിക്കുന്നത്? സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആത്മാവുണ്ട്, ആ ആത്മാവ് ഇതിനെ മൊത്തത്തിൽ പിടിച്ചു മാറ്റി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഉത്തരത്തിൽ ആത്മാവിന് ഒരു സ്ഥാനവുമില്ല, അത് വെറും വിശ്വാസം മാത്രമാണ്. ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പിന്നിലേക്ക് പോകാം. ഒരുപാട് വർഷം മുമ്പുള്ള യൂറോപ്പിലെ ഒരു തണുത്ത സുപ്രഭാതം, മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു കത്തീഡ്രൽ. ആ കത്തീഡ്രലിലേക്ക് അവിടുത്തെ ബാൻഡ് അംഗങ്ങൾ, അതായത് മ്യൂസിക്കൽ ബാൻഡ് അംഗങ്ങൾ കടന്നു വരുന്നു. അവർ ആ പള്ളിയുടെ വാതിലുകൾ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ അവർക്ക് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പൈപ്പുകളുണ്ട്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള വലിയ വലിപ്പത്തിലുള്ള ടിന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൈപ്പുകൾ. അതിമനോഹരമാണ് ഈ പൈപ്പുകൾ. പക്ഷേ ആ പൈപ്പ് ഓർഗൻ അതിമനോഹരമായിട്ടല്ല ഇപ്പോൾ കാണപ്പെടുന്നത്. അതിനെന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുപയോഗിച്ച് സംഗീതമുണ്ടാക്കുമ്പോൾ ഒരു വൃത്തികെട്ട സംഗീതമാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അതിമനോഹരമായിട്ടുള്ള സംഗീതം അത് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അത്ഭുത ശേഷി അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രശ്നം, രൂപത്തിലും അതിൻ്റെ ഭംഗിയിലും മാറ്റം സംഭവിച്ചു. മുമ്പ് അതിമനോഹരമായിട്ട് തിളങ്ങുന്ന ഒരു ടിൻ പൈപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനൊരു പൈപ്പല്ല. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഗ്രേ നിറത്തിൽ കാണാം. ആ ഗ്രേ നിറത്തിൽ കാണുന്ന പൈപ്പ് അവർ ശരിക്കും ഭയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അവരുടെ പൈപ്പിൽ ദൈവകോപമേറ്റെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്.
അവർ ആ ഭയം കൊണ്ടാണ് പിന്നീടുള്ള കാലം കഴിച്ചു കൂട്ടിയത്. അത് ദിനംപ്രതി ആ പൈപ്പുകൾ വ്യാപിക്കാൻ തുടങ്ങി. ആദ്യം ഈ ഒരു ബാധ ഏറ്റത് ഒരൊറ്റ പൈപ്പിൽ മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സകല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലും ഇതങ്ങ് വ്യാപിച്ചു. ആത്മാവ് കുടിയേറിയതാണ്, അല്ലെങ്കിൽ സാത്താൻ കുടിയേറിയതെന്നൊക്കെയാണെന്നാണ് ആ കാലഘട്ടത്തിൽ ഇവർ കരുതിയിരുന്നത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നീട് ശാസ്ത്രത്തിൻ്റെ കാര്യം മനസ്സിലായി. ടിന്നിനും പലതരത്തിലുള്ള പോളിമോർഫ് സ്വഭാവമുണ്ട്. അത് താപനില അനുസരിച്ചാണ് മാറുന്നത്. നല്ല തണുപ്പുള്ള യൂറോപ്പിൽ -13 ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ -13 എത്തിക്കഴിഞ്ഞാൽ ടിന്ന് മറ്റൊരു പോളിമോർഫായിട്ട് മാറും. ആ പോളിമോർഫിൽ അവിടെ ഗ്രേ നിറത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കും. അത് ആ പൈപ്പിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാകും. പിന്നെ അത് വ്യാപിക്കുന്നത് എങ്ങനെയാണ്? ഒരു പൈപ്പിൽ മാത്രം ഉണ്ടാകുന്ന ഈ മാറ്റം പിന്നീട് അടുത്തുള്ള പൈപ്പുകളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നു. ഒരു പൈപ്പിൻ്റെ ഒരു ചെറിയ ഭാഗത്തുണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ഈ മാറ്റത്തിന് കാരണം ചെറിയ പൊടികളാണ്. നമുക്ക് കണ്ണുകൊണ്ട് പോലും ശരിക്കും കാണാൻ സാധിക്കാത്ത നേർത്ത പൊടികൾ. അത് ഈ ടിന്നിൻ്റെ പുതിയ വകഭേദമുണ്ടാക്കുന്ന ചെറിയ ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും, നമ്മുടെ ഷൂസിൻ്റെ ഭാഗമായി മാറും, നമ്മുടെ കോട്ടിൻ്റെ ഭാഗമായി മാറും. നന്നായി കഴുകിയാൽ പോലും ആ ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഭാഗങ്ങൾ ആ കോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ബൂട്ടിൽ തന്നെ തങ്ങി നിൽക്കും. ആ കെട്ടിടത്തിൽ മുഴുവൻ തങ്ങി നിൽക്കും. അതെത്ര വൃത്തിയാക്കിയാലും അവിടെയൊക്കെ ആ ചെറിയ ടിന്നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അത് ആ പ്രദേശം മുഴുവനും വ്യാപിക്കും. എന്ത് ചെയ്താലും മാറാത്ത അദൃശ്യമായിട്ടുള്ള ഒരാത്മാവിനെ പോലെ വേണമെങ്കിൽ നമുക്കങ്ങനെ കുറച്ച് സാഹിത്യത്തിൽ പറയാം. അതവിടെ അങ്ങനെ നിലകൊള്ളും. ഇതുതന്നെയാണ് ഷിക്കാഗോയിലെ ഫാക്ടറിയിൽ സംഭവിച്ചത്. അവിടെയും ആ ക്രിസ്റ്റൽ വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് തരികളായി ആ പ്രദേശം മുഴുവനും വ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളുടെ ബൂട്ടിൽ അത് അകപ്പെട്ടു, അവരുടെ കോട്ടിൽ അകപ്പെട്ടു. അവരത് എത്ര വൃത്തിയാക്കിയിട്ടും അതവിടെ നിന്ന് മാറിയതേയില്ല. ആ ഫാക്ടറിയുടെ എന്നല്ല, ആ പ്രദേശത്ത് തന്നെ എല്ലാ മേഖലകളിലും അത് പതിയെ വ്യാപിക്കാൻ തുടങ്ങി. അതങ്ങനെ പറന്ന് നടന്ന് എല്ലായിടത്തും ചേക്കേറി. ഇറ്റലിയിൽ ആദ്യം അതില്ലായിരുന്നു, കാരണം ഇറ്റലി മറ്റൊരു ഭൂഖണ്ഡത്തിലാണ്. ഇറ്റലിയിൽ പിന്നെ എങ്ങനെയാണ് അത് എത്തിയത്? അങ്ങ് ഷിക്കാഗോയിൽ നിന്ന് ഗവേഷകർ പഠിക്കാനായി ഇറ്റലിയിൽ വന്നു. ഇറ്റലിയിൽ പരീക്ഷണങ്ങൾ നടത്തി. അത് എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവരുടെ കോട്ടിലും ബൂട്ടിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന ക്രിസ്റ്റലുകൾ ആ ഇറ്റലിയിലെ ഫാക്ടറിയിൽ നിറയാൻ തുടങ്ങി. പിന്നീട് അവരുണ്ടാക്കിയ മരുന്നിൻ്റെ എല്ലാ ബാച്ചുകളും ഒരു പ്രയോജനവുമില്ലാത്ത ബാച്ചുകളായി മാറി. ഇപ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോയി ഫാക്ടറി വെച്ചാലും ആ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നത് മറ്റൊരു ഫോമിലുള്ള റെറ്റിനോവിർ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. 5 മാസം നീണ്ടുനിന്ന തുടർച്ചയായിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊടുവിൽ ആ ഗവേഷകർക്ക് അവരുടെ മരുന്നിൻ്റെ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അത് പുറം ലോകത്തെ അറിയിക്കണമല്ലോ. അതിനുവേണ്ടി അവരൊരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി. അവിടെ അവർ വെളിപ്പെടുത്തി, ഞങ്ങളുടെ മരുന്നിൻ്റെ പ്രശ്നം ഇതാണ്. അത് നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സിന് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരത് നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു റിപ്പോർട്ടറിൻ്റെ ചോദ്യം അത് വളരെ രസകരമായിരുന്നു. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടും, അവർക്ക് ഇത്രയധികം ഐക്യു ഉണ്ടായിട്ടും, കോടാനുകോടി ഡോളർ പണമുണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിപത്ത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ പൂർവ്വ ഫോമിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല? കമ്പനിയുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി വന്നു. അവർ ശരിക്കും ഉപമിക്കുകയായിരുന്നു ചുഴലിക്കാറ്റുമായിട്ട്, ഹ്യൂറിക്കെയിനായിട്ട്. നമുക്ക് ശാസ്ത്രം ഉപയോഗിച്ച് എപ്പോഴാണ് ഹ്യൂറിക്കെയിൻ ഉണ്ടാകുന്നതെന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ പ്രഹരശേഷി എത്രമാത്രമായിരിക്കുമെന്ന് പറയാൻ സാധിക്കും. അത് ഏത് സമയം ഏത് പ്രദേശത്തൂടെ കടന്നു പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എപ്പോഴാണ് കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകാതിരിക്കേണ്ടതെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഹ്യൂറിക്കെയിനെ നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കുമോ? അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുമോ? ശാസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും, പക്ഷേ ശാസ്ത്രത്തിന് ഒരുപാട് പരിധികളുമുണ്ട്. ഹ്യൂറിക്കെയിനെ അല്ലെങ്കിൽ ഒരു ഭൂകമ്പത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത, ശാസ്ത്രത്തെക്കൊണ്ട് സാധിക്കാത്ത, സാങ്കേതികവിദ്യയെക്കൊണ്ട് സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ കെമിക്കൽ വിസ്മയമാണ് പോളിമോർഫിസം, അല്ലെങ്കിൽ പോളിമോർഫിസത്തിലൂടെ ഉണ്ടാകുന്ന പല ഫോമുകൾ. ഈ പ്രസ് മീറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒരു വലിയ ഭയമാണ് ഉണ്ടാക്കിയത്.
ഇത് റെറ്റനോവിർ എന്ന് പറയുന്ന ഒരു മരുന്നിന് മാത്രമാണോ ബാധകം? പോളിമോർഫിസം എല്ലായിടത്തും ബാധകമാകേണ്ടതാണല്ലോ. എല്ലാ കെമിക്കലുകളിലും, എല്ലാ ചോക്ലേറ്റുകളിലും, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും, എല്ലാ മരുന്നുകളിലും ബാധകമാകണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫലിക്കുമെന്ന് കരുതി ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഫലിക്കുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് മരുന്നുകൾ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മരുന്നുകളാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ്. ആ മരുന്നുകൾ ശരിക്കും ആ മരുന്നിൻ്റെ പ്രയോഗം ഉണ്ടാക്കുന്നില്ലെങ്കിലോ? ഹൃദ്രോഗം വന്നിട്ടുള്ളൊരു രോഗി ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അയാൾ മരുന്ന് കഴിക്കാതിരിക്കുന്നതും കഴിക്കുന്നതും ഒരേ എഫക്റ്റ് തന്നെയല്ലേ ഉണ്ടാക്കുക? ഇത് വെറുമൊരു ഭയം മാത്രമല്ല, ഇത് ശാസ്ത്രീയമായിട്ടുള്ളൊരു ഫാക്റ്റ് കൂടിയാണ്. ഒരുപാട് മരുന്നുകൾക്ക് പോളിമോറുകളുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു മരുന്നായിരിക്കാം ആസ്പിരിൻ. ഈ ആസ്പിരിനിൽ പോലും പോളിമോറുണ്ട്. അതായത് എല്ലാ ആസ്പിരിനും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ആസ്പിരിൻ അല്ല. ചില ആസ്പിരിൻ കഴിക്കുന്നത് ഒന്നും കഴിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ആദ്യഘട്ടത്തിൽ റെറ്റനോവിറിന് 2 പോളിമർ ഉണ്ടെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് റെറ്റനോവിറിന് 5 വ്യത്യസ്തമായിട്ടുള്ള പോളിമറുകൾ ഉണ്ടെന്നാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ സംരക്ഷിച്ച റെറ്റനോവിർ എന്ന ആ അത്ഭുത മരുന്നുണ്ടാക്കാൻ പിന്നീട് ആ കമ്പനിക്ക് സാധിച്ചില്ല. അവർ ഒരുപാട് തവണ കിണഞ്ഞു പരിശ്രമിച്ചു നോക്കി. പക്ഷേ അതൊക്കെ പരാജയം മാത്രമായിരുന്നു. എന്നാൽ മനുഷ്യരെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കില്ല. റെറ്റനോവിറിൻ്റെ പഴയ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ദ്രാവക അവസ്ഥയിലുള്ള വകഭേദത്തിലേക്ക് ഗവേഷകർ മടങ്ങിപ്പോയി. പക്ഷേ ഫോം 1-ലുണ്ടായിരുന്ന റെറ്റനോവിറിൻ്റെ അത്രയും പ്രയോജനമൊന്നും ആ പഴയ റെറ്റനോവിറിനില്ല. അത് ദ്രാവക അവസ്ഥയിലാണ്. അത് കഴിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത്രയും കയ്പ്പാണ്. കയ്പ്പിൻ്റെ കാര്യം മാത്രമല്ല, അത് ഒരുപാട് സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ റെറ്റനോവിർ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ആ മരുന്ന് കഴിച്ചേ മതിയാകൂ. ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടായാലും അതുകൊണ്ട് മനുഷ്യന് ജീവൻ നിലനിർത്താൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അതിലൂടെ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ആ അത്ഭുത മരുന്നില്ലാതെയായി. ആ അത്ഭുത മരുന്നിന് കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. റെറ്റനോവിറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് മരുന്നുകളുടെ കാര്യത്തിലും ഇത് ബാധകമാകും. അതിൻ്റെ അർത്ഥം നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളും ഇങ്ങനെയൊക്കെയാണെന്നല്ല, ആ മരുന്നുകളൊന്നും ഫലിക്കത്തില്ലെന്നല്ല. പിന്നീട് വന്ന ഗവേഷകർ കോടാനുകോടി ഡോളേഴ്സ് ചെലവഴിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ഓരോ മരുന്നിൻ്റെയും പരമാവധി പോളിമോറുകൾ ഇവർ ഉണ്ടാക്കിയെടുക്കും. ആ പോളിമോറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകും. ആ പോളിമോർ ആയിട്ടുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് എഫക്റ്റാണ് നമുക്കുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കും. മോശമായിട്ടുള്ള എഫക്റ്റ് ആണെങ്കിൽ ആ മരുന്ന് വിപണിയിലെത്തില്ല. അത് അപ്പോൾ തന്നെ ഇല്ലാതെയാകും. അങ്ങനെ കോടാനുകോടി പണം ചെലവഴിച്ചാണ് ഓരോ മരുന്നുകളും കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ സഹോദരിയുടെ സംരംഭത്തിൽ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.